അതാണ് പ്രപഞ്ചത്തിന്റെ ഡിവൈൻ ഓർഡർ. പ്രപഞ്ചം മുഴുവൻ എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ബോധം എന്നൊരു വസ്തു നിൽക്കുന്ന ആചാര്യന്മാര് അവരുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങളിലൂടെ അകത്തേക്ക് നോക്കിയിട്ട് അവർ കണ്ടെത്തി. അങ്ങനെ ഒന്നുള്ളത് വികസിച്ചുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ബ്രഹ്മം എന്ന് വിളിച്ചു. അങ്ങനെ ഒന്നുണ്ടെന്ന് ഉറപ്പിച്ചു വന്നപ്പോൾ അതിന് സത്യം എന്നൊരു പേര് കൊടുത്തു. അതിനെ തിരിച്ചറിയാനുള്ള മാർഗമായിട്ടൊരു താളത്തെ കണ്ടെത്തി. ഈ വേദിയുടെ പേരെ നടന്ന നൃത്തം. ആ നൃത്തത്തിനൊരു നിയമമുണ്ടെന്ന് കണ്ടെത്തി. അതിന് ധർമ്മം എന്ന് പേരുണ്ട്. ഭാരതീയരുടെ ചിന്തയുടെ അടിത്തറയാണ്. അതുകൊണ്ട് എഴുതി രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ രാജാസർവസ്യ ലോകസ്യ ദേവാനാമ വാസവ. പത്നിയുടെ മനോഹരമായിട്ടുള്ള ശ്ലോകം അരണ്യകാണ്ഡത്തില് 37ാമത്തെ സർഗത്തിലെ 13ാമത്തെ ശ്ലോകം. മാരീചൻ രാവണന്റെ അടുത്ത് രാമന്റെ മാഹാത്മ്യം പറയും. ധർമ്മത്തിന് ശരീരമുണ്ടായാൽ രാമനാണ്, സത്യത്തിനൊരു മുഖമുണ്ടായാൽ രാമന്റെ മുഖമാണ്, കരുണയ്ക്കും നീതിക്കും മര്യാദയ്ക്കും ഒക്കെ ഒരു രൂപം കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രീരാമനാണ്. അതുകൊണ്ട് മഹർഷിമാർ രാമനെ വെറും ഒരു രാജാവായിട്ട് വിശേഷിപ്പിക്കാത്ത ധർമ്മത്തിന്റെ വിഗ്രഹം തന്നെ പറഞ്ഞു. സാധുസത്യപരാക്രമ എന്ന് പറഞ്ഞവിടെ സത്യം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആയുധങ്ങളുടെ ബലമല്ല, സത്യത്തിന്റെ ബലം കൊണ്ടാണ് അദ്ദേഹം പരാക്രമം ചെയ്തത്. രാമബാണം സത്യത്തിന്റെ മനയുള്ളതാണ്. രാജാസർവസ്യ അധികം വിസ്തരിക്കാൻ ചുരുക്കിപ്പോയി. ആ ഭാഗമുണ്ട്. ഒരു രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തുള്ള മറ്റൊരു രാജ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അധികാരം കൊണ്ട് മാത്രമല്ല, സ്നേഹവും നീതിയും ജനഹൃദയങ്ങൾ കീഴടക്കുന്ന കരുണയുമുള്ള യഥാർത്ഥ രാജാവ്. രാമന്റെ രാജ്യം ഹൃദയത്തിലാണ്. രാമന്റെ രാജ്യം പൊളിറ്റിക്കൽ എൻറ്റിറ്റിയല്ല. ശരിക്കും വാൽമീകി എവിടെയും അങ്ങനെ സൂചന കൊടുക്കുന്നില്ല. അതിന്റെ വിത്ത് വീഴുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ദേവാനാമ വാസവ, ദേവന്മാരുടെയും ഇന്ദ്രനുള്ള സ്ഥാനത്തിൽ സമാനമായിട്ടുള്ള മഹത്വം മന്നവേന്ദ്രൻ അല്ലെങ്കിൽ മാനവേന്ദ്രനായിട്ട് രാമനുണ്ട് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആ മഹത്വവും അധികാരത്വം അല്ല വന്നിരിക്കുന്നത്, വിനയത്വം കരുണയെന്നും ധർമ്മനിഷ്ഠയെന്നും ചേർന്ന് പറയാനാണ് ആ ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പൊ രാമനെ ആരാധിക്കുന്നതിലും മഹത്തരം രാമന്റെ ധർമ്മം ആചരിക്കുന്നതല്ലേ എന്നൊരു ചോദ്യം. ഈ അടുത്ത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒരു രാമായണ സംസ്ഥാനതലം രാമായണ മാസം ഉദ്ഘാടനം ചെയ്യാൻ ഭാഗ്യമാണ്. തിരുവനന്തപുരത്ത് വിഷയം രാമരാജ്യം. അപ്പൊ അന്ന് സൂചിപ്പിച്ചൊരു കാര്യം, രാമന്റെ ധർമ്മം അനുഷ്ഠിക്കാന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് രാമായണ മാസത്തിൽ നമ്മൾ രാമനെ കുറിച്ചിട്ട് ഭാഗവരാതെ സംസാരിക്കുകയും ഗ്രന്ഥമെടുത്ത് പകുത്തു വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറക്കുന്നൊരു കാര്യമില്ല. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആത്മഹത്യ ചെയ്യുന്നത്, രോഗം വരുന്നത്, അല്ലെങ്കിൽ അതിനൊരു സാമ്പത്തിക സഹായം കിട്ടാത്ത വീടുകൾ ചെത്തി പോകുന്നത്, പട്ടിണി കിടക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണ്. കാരണം ഞാൻ പല സ്ഥലത്തും പറയാറുള്ളത് പോലെ ഞാൻ പ്രസംഗിക്കുക മാത്രം ചെയ്യുന്ന ആളല്ല. ഒരുപാട് അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ആദിവാസികളുടെ ഇടയിലും ഒക്കെ നമ്മൾ ആവുന്നത് ചെയ്യാൻ തുടങ്ങിയ ഒരു കാലം വന്നപ്പോഴാണ് മനസ്സിലായത് വിശപ്പ് കൊണ്ട് മതം മാറുന്ന വരും നമ്മുടെ നാട്ടിൽ. വിശപ്പ് കൊണ്ട് പാലക്കാടിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം, വിശപ്പ് കൊണ്ട് ഫുഡ് തരാം എന്ന് പറഞ്ഞിട്ട് മതം മാറ്റുന്ന സ്ഥലങ്ങളുണ്ട്. എങ്ങോട്ട് കാണിച്ചില്ല. പാലക്കാട് എപ്പോഴും ഞാൻ ഉള്ളപ്പോൾ വിളിച്ചിട്ട് പറയാൻ അതേപോലെ തന്നെയാണ്. തൊട്ടടുത്തുള്ള ഹിന്ദു ഇപ്പുറത്തുള്ള ഹിന്ദുവിനെ സഹായിക്കില്ല. നമുക്ക് കൂട്ടപ്രാർത്ഥനയില്ല, ഒറ്റയ്ക്ക് നിന്നുള്ള അഭ്യാസങ്ങളെ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിട്ട് നാമം ജപിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ രാമന്റെ ധർമ്മം എവിടെയാ? സഹജീവിയെ സംരക്ഷിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ദരിദ്രനാരായണന്മാരെ സേവിക്കാനാണ് വേണ്ടസ്വാമി നമ്മളെ പഠിപ്പിച്ചത്. സന്ദർഭവശാൽ പറഞ്ഞത് രാമന്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ആ സഹോദര ഭാവത്തിൽ ഭഗവാനെ തന്നെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നതാണ്. യോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മൾ ജാതി പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. മിനിഞ്ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു പാചകം ചെയ്യുന്ന സ്ത്രീ ഒരു ജാതിയിൽപ്പെട്ടവരാണ്. അവരുടെ ഭർത്താവ് വേറൊരു ജാതിയിൽപ്പെട്ടവരാണ്. എനിക്കിതൊന്നും അറിയില്ല. അവർക്ക് അമലയിൽ, പാലക്കാടാണ്, അവരുടെ അമലയിൽ 6 കീമോ ഉണ്ട്. ഒരു കീമോന് ഒരു സർട്ടൺ പൈസ വേണം, അനവധി മാസം. ഒരു സ്ഥലത്തൊന്നും അവർക്ക് ഫണ്ടാവാത്ത കാരണം നമ്മൾ ഒരു കീമോനുള്ള കൊടുത്ത് ഒരു കീമോ വഴി വന്നു. അപ്പോൾ ഓഫീസിലാണ് പോയത്, ഞാനുണ്ടായിരുന്നില്ല. അവരുടെ സന്തോഷം പറയാൻ പറഞ്ഞ കഥ അവരുടെ ഭർത്താവിൻ്റെ ജാതിയുടെ ആ സമുദായത്തിൻ്റെ സംഘടനയുടെ ധനസഹായമുണ്ട്. അവിടെ
വേറെ ജാതിയായിട്ട് തരാൻ പറ്റില്ല. ഭാര്യയുടെ സമുദായത്തിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അവര് വേറെ മിശ്രവിവാഹം കഴിച്ചുകൊണ്ട് തരാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ ഹിന്ദു. നമുക്ക് എന്ത് അർഹതയുള്ളത് രാമായണം പകർത്ത് വെച്ച് അക്ഷരം തള്ളിയിട്ടും കുത്തിയിട്ടും ഇടയിൽ പകർത്തിട്ടും വായിക്കട്ടെ. എന്താ അർഹതയുള്ളത്? സന്ദർഭവശ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയ്ക്ക് രൂക്ഷമായിട്ട് പറയുന്ന വിഷയങ്ങളാണ് മാറ്റി വെച്ചിട്ടുള്ളത്. വിവേകാനന്ദസ്വാമി അദ്ദേഹം പറയിപ്പിക്കുക. കാരണം അദ്ദേഹമാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാമായണത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഭഗവാന്റെ കാലത്തിൽ നമസ്കരിച്ചുകൊണ്ട് വളരെ പറയാം. അപ്പൊ രാമന്റെ ജീവിതത്തിലെ മഹത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം. അദ്ദേഹം അത്ഭുതങ്ങളെ കാണിക്കുന്നില്ല, വിവാഹപരമായ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ധർമ്മം എന്ത് ആവശ്യപ്പെടുന്നുണ്ടോ അത് ചെയ്യും. എത്ര വേദനിച്ചാലും അച്ഛൻ്റെ മുന്നിൽ നല്ലവരാൻ വേണ്ടിയിട്ട് ഉള്ളിൽ പണി കിട്ടി നാട്ടിൽ പോകണം, എന്നാലും അച്ഛനെ സൂചിപ്പിച്ചറിയാം ഞാൻ പോകാൻ. അങ്ങനെയല്ല, സന്തോഷത്തോടെ പറയുന്നത് ഞാൻ പോകാമെന്നാണ് പറയുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ എടുക്കും, നമസ്കരിക്കുമ്പോൾ പോലും നമ്മുടെ ആരെങ്കിലും നോക്കിയിട്ട് നമസ്കരിക്കുന്ന ആൾക്കാരാണ്. സത്യം പലരും ജീവിക്കും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അത്ഭുതമൊന്നും കാണിച്ച് രക്ഷിച്ചിട്ടില്ല. എത്ര വേദനിച്ചാലും ധർമ്മത്തെ പിടിച്ചു നോക്കും. അത് സ്വമേധയ ഓർഗാനിക്കായിട്ട് അദ്ദേഹത്തിന് ഉള്ളുന്നതാണ്. അതുകൊണ്ട് ഭഗവാനെ മര്യാദ. ഈ മര്യാദ വെറും ഒരു സോഷ്യൽ ലോ ഒന്നല്ല, ഒരു സാമൂഹിക നിയമമല്ല. മര്യാദ എന്ന് പറഞ്ഞാൽ ടു നോ വാട്ട്സ് ലിമിറ്റ്സ്. അതിലെന്താണ് അറിയാം, നമ്മുടെ അതിലെന്താ, നമ്മുടെ പരിധി എന്താ, ഇത് തിരിച്ചറിയാനാണ് മര്യാദ. എൻ്റെ അവകാശങ്ങൾ കേവലം അവകാശങ്ങൾ കാണണം. ഒന്നാം ലോകത്തിന് ശേഷം ചരിത്രപരമായി നോക്കി കഴിഞ്ഞാൽ റൈറ്റ്സിനെ കുറിച്ചുള്ള തൊഴിലുണ്ടാവും. അത് വലിയൊരു കാരണം പട്ടിണിയാണ്. അതിൻ്റെ എക്കണോമിക്സോടെ കിട്ടാം. ഇന്നത്തെ അവസ്ഥ അവകാശങ്ങളെ കുറിച്ച് മാത്രം പറയുകയും റെസ്പോൺസിബിലിറ്റികളെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ജനാധിപത്യമാണ് നമ്മുടെ നാട്ടിൽ. ശ്രീരാമസ്വാമിയുടെ ജനാധിപത്യം അറിയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണമേ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ അവകാശത്തിന് അതിലുണ്ട്, എൻ്റെ വാക്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ലൈസൻസ് ഇല്ലാണ്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സോഷ്യൽ മീഡിയ ആൾക്കാർ. എൻ്റെ സ്വാതന്ത്ര്യത്തിന് ധർമ്മമുണ്ട്. ഇന്ന് ഫ്രീഡം ഉപയോഗിക്കുന്ന അധർമ്മത്തിനാണ്. ജസ്റ്റ് ബിക്കോസ് വി ആർ ഫ്രീ വി തിങ്ക് ദാറ്റ് വി കൻ ഡു എനിത്തിങ്. എന്ത് നോൺസെൻസ് ചെയ്യാം, എന്ത് സോഷ്യൽ അനാർക്കി, പൊളിറ്റിക്കൽ അനാർക്കി, എന്ത് നോൺസെൻസ് ചെയ്യാനുള്ള അവസ്ഥയിലാണ്. എൻ്റെ സ്നേഹത്തിന് ശുദ്ധിയുണ്ട്, അതൊന്നും ഭക്ഷിക്കുന്നു. മര്യാദയുടെ വേറെ ഭാഗമാണ്. സ്നേഹത്തിന് ശുദ്ധിയുണ്ടാകും, അത് ഭക്ഷിക്കുന്നു. അധികാരത്തിന് പരിധിയുണ്ട്. രാമൻ ചക്രവർത്തിയായിരുന്നു, പക്ഷെ തൻ്റെ അധികാരത്തിന് അദ്ദേഹം പരിധി നിശ്ചയിച്ചു. എവിടെയാണ് സോവറിനിറ്റി, എവിടെയാണ് പവർ, എവിടെയാണ് ഡൊമിനിയന്റെ പവർ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കിന്റെ പവർ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പവർ എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിന്റെ കൃഷ്ണനുണ്ടായിരുന്നു. ഒരാൾ മൊണാർക്കിക്കൽ സിസ്റ്റത്തിലായിരുന്നെങ്കിൽ കൃഷ്ണൻ റിപ്പബ്ലിക്കൻ സിസ്റ്റത്തിലായിരുന്നു. കാരണം ദ്വാര റിപ്പബ്ലിക്കാണ്, മധുര റിപ്പബ്ലിക്കാണ്, യാദവന്മാർക്കും രാജ്യാവകാശം പാടില്ല. പ്രോപ്പർ റിപ്പബ്ലിക്കൻ സിസ്റ്റംസ് ആണ് അതുകൊണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ കേരളത്തിന് ഒരിക്കലും രാജാവാകേണ്ടത്. അവര് പ്രതിനിധികളായി. എന്റെ ജീവിതത്തിന് എന്നെക്കാളും വലിയൊരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് മര്യാദയുടെ വേണം. ഇതന്നെയാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, അർജുന നീ വലിയ ശരീരമല്ല, നിന്റെ യാത്ര വളരെ വലുതാണ്, നീ എത്തിച്ചേരേണ്ട സ്ഥലം വളരെ ദൂരെയാണ്, അത് വളരെ മഹത്തായിട്ടുള്ളതാണ്, ഉദാത്തമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ ബോധമാണ് രാമന്റെ ജീവിതത്തിന്റെ ആത്മാവ്. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ വേറൊരാളെ കൊണ്ടുവരും, എങ്ങനെ വേറൊരാളെ മനസ്സിൽ ഉൾപ്പെടും. അപ്പൊ രാമന്റെ മഹത്വം കൊട്ടാരത്തിലല്ല വരുന്നത്, മനത്തിലാണ്. ഒരു യുവരാജാവ് നാളെ കിരീടം ചൂടേണ്ട ഒരു ചെറുപ്പക്കാരൻ ഒറ്റ രാത്രി കൊണ്ട് 14 വർഷത്തെ വനവാസത്തിന് കാട്ടിലേക്ക് എടുത്ത് നീട്ടു. ആ ഗംഗയുടെ തീരത്ത് ചെന്നിട്ട് മരത്തിന്റെ കറയെടുത്തിട്ട് നല്ല ചുരുണ്ടി കിടക്കുന്ന സിൽക്ക് പോലുള്ള മുടിയെ പശ തേച്ചിട്ട് ജടയാക്കണം. സീതങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് വാൽമീകമാണ്. നമുക്ക് രണ്ടുപേർക്കും വയസ്സ് എത്രയും 14 വയസ്സോ 17 വയസ്സോ. അപ്പോൾ ഭഗവാൻ ഏകദേശം 29-30 വയസ്സിനിടയിലാണ് രാവണനെ വന്നിട്ടുള്ളത്. ആ വനവാസത്തിന്റെ അവസാന കാലം രാവണൻ 19,999 വയസ്സ് കഴിഞ്ഞ് 20,000-ാമത്തെ വയസ്സ് കയറുമ്പോഴാണ് രാവണൻ
സീത തട്ടിക്കൊണ്ടിരിക്കും. അതാണ് രാവണന്റെ ലാസ്റ്റ് ഇയർ. ഒരാൾക്ക് 29 വയസ്സോളം പ്രായം, മറ്റേ ആൾക്ക് വില്ലന് 20,000 വയസ്സോളം പ്രായം. ആ വനവാസത്തിലേക്ക് കടക്കുന്ന സമയത്ത് കോപമില്ല, പരാതിയില്ല. നമ്മളൊക്കെ ചോദിക്കണം, ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ, ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കണം, എന്നാലും ഗുരുവായൂരപ്പ എന്തുകൊണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ടില്ല അല്ലേ? ശ്രീരാമൻ ചോദിച്ചില്ലല്ലോ. നമ്മളൊക്കെ ജീവിതത്തിൽ സൗകര്യമുള്ളവർ നല്ല മനുഷ്യരാവുന്ന ആൾക്കാരാണ് അല്ലേ? സത്യം. ഞാനാണെങ്കിലും ഞാൻ കൂടെ വന്നിട്ട് പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഞങ്ങളെ വലിയൊരു സാധാരണ രസമാണല്ലോ. സൗകര്യമുള്ളവരാണ് നമ്മളൊക്കെ നല്ല മനുഷ്യരാവുന്നത്. ബീങ് ഗുഡ് വെൻ ഇറ്റ് ഈസ് കൺവീനിയന്റ് അല്ലേ? അതല്ലേ ചെയ്യുന്നത്. പക്ഷേ രാമൻ അങ്ങനെയാണ്. നമുക്ക് ഇഷ്ടമുള്ളവർ ചുറ്റുമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരായി ഇരിക്കുക എളുപ്പമാണ്. നമ്മളൊക്കെ വളരെ സ്നേഹമുള്ളവർക്ക് എന്താ വളരെ നല്ല കണ്ടീഷൻസാണ്. ഇതൊരു സകല സാഹചര്യങ്ങൾ വിപരീതമായിരിക്കും ഇതേ സ്നേഹത്തിൽ ഇരിക്കാൻ പറ്റുമോ? എന്ത് ലോകം നാശം പറഞ്ഞ് നമ്മളെ പിന്നെ ചതിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ചുറ്റും പ്രതികൂലാവസ്ഥകൾ മുഴുവൻ നിൽക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക. എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക എന്നുള്ളത്. സൗകര്യം ഇല്ലാതാവുമ്പോൾ, ചുറ്റും സ്നേഹമുള്ളവരില്ലാതെ പറയും നമ്മുടെ ശരിക്കുള്ള കയ്യിരിപ്പുണ്ടാവും അല്ലേ? രാമന് രാജ്യം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, സീതയും നഷ്ടപ്പെട്ടു കുറച്ച് കഴിയുമ്പോൾ. എന്നിട്ടും ധർമ്മം നഷ്ടപ്പെട്ടില്ല. ഇതാണ് രാമായണത്തിന്റെ സന്ദേശം. അപ്പൊ ഭാര്യയെ മുന്നിലേക്കും അതിന് കൃത്യമായിട്ട് ഭഗവാന്റെ ഉത്തരണ്ട്. കൃത്യമായ ഉത്തരണ്ട്. കോട്ടയം നമ്പരാണ് മനോഹരമായിട്ട് ഭാര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശാഖാമുഖവ എന്നിട്ട് തുടങ്ങണം. പദത്തിൽ ഭാര്യ നെഞ്ചിൽ അസ്ത്രം കൊണ്ട് കടന്നിട്ട് വിലപിച്ചിട്ട് ശ്വാസം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിതസ്യ സായകേന എന്നുള്ള പദത്തിൽ ചോദിക്കുന്നത് എന്തിനെന്നോട് വൈകി നമ്മളെ ചോദിക്കണം ചോദ്യം. അപ്പൊ പറയുന്നുണ്ട്, ഭരതന്റെ സാമ്രാജ്യത്തിൽ സ്വന്തം സഹോദരന്റെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കാനുള്ള കുറ്റം ചെയ്തതിന് ഭരതന്റെ സേവനായിട്ട് ഞാൻ നിന്നെ വധിച്ചിരിക്കുന്നതാണ്. കൃത്യമായിട്ട് ആൻസർ. അതുകൊണ്ടാണ് നിന്നെ ഞാൻ വധിച്ചത്. നീ കർമ്മവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. കൃത്യമായിട്ട് ലോജിക്. അപ്പോഴാണ് ഭഗവാന്റെ സ്വരൂപം മനസ്സിലാക്കുക. അമ്പൊന്ന് എടുക്കണം എന്ന് പറയുമ്പോൾ ആ വലതകാലം ചവിട്ടി പിടിച്ചിട്ട് എഞ്ചുന്ന അമ്പ അങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ പ്രാണൻ എടുക്കുന്നത്. അത് ഉത്തരണ്ടാരത്തിൽ മനോഹരമായിട്ട് കഥകളി കേൾക്കുന്ന കാണുന്ന ആൾക്കാർക്ക് പദത്തിന്റെ സൗകാര്യം എന്താണെന്ന് അറിയാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ സാഹചര്യം നമ്മുടെ സ്വഭാവത്തിനെ പരീക്ഷിക്കും. പക്ഷെ നമ്മുടെ ധർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരു സാഹചര്യം നമ്മളെ നിർബന്ധിച്ചിട്ടില്ല. നമ്മൾ വെറുതെ പറയുക എൻ്റെ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. അത് നമ്മുടെ എക്സ്ക്യൂസാണ്. സാഹചര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല നീ നിന്റെ ധർമ്മം ഉപേക്ഷിക്കുന്നത്. സാഹചര്യം നമ്മുടെ കർമ്മഫലമായിട്ട് വരുന്നതാണ്. രാമന്റെ ധർമ്മത്തിന്റെ ഏറ്റവും ദിവ്യമായിട്ടുള്ള ഭാവം പക്ഷെ അതുമല്ല, അതിനും വരുന്നതാണ് ശരണാഗതമായി ചെല്ലുമ്പോൾ. യുദ്ധത്തിന് മുമ്പ് ശത്രുവായിട്ടുള്ള രാവണന്റെ സഹോദരൻ വിഭീഷണൻ ശരണം നേടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വരുമ്പോൾ ബാക്കി എല്ലാവരും സംശയിക്കും. സംശയമൂർത്തിയാണ് ലക്ഷ്മണസ്വാമി. അദ്ദേഹത്തിന് എല്ലാവരും സംശയം. ഹനുമാനെ വരെ സംശയിച്ചാൽ ആദ്യം കണ്ടപ്പോൾ ഇപ്പൊ കള്ളനാണ്, ഇപ്പൊ രാക്ഷസനാണ്, അത്ര കൊല്ലാന്ന് പറഞ്ഞു. അപ്പൊ രാമൻ പ്രഖ്യാപിക്കണ വാക്ക് അവതാര ധർമ്മത്തിന്റെ മുദ്രാവാക്യം സഹൃദൈവ പ്രപന്നായ മനോഹരപ്പെട്ട ശ്ലോകം. സഹൃദൈവ പ്രപന്നായ തവാസ്മി വിജയാചരേ അഭയം സർവഭൂതേഭ്യോ വിദ്യാവേദ നമ. സഹൃദൈവ പ്രപന്നായ തവാസ്മി വിജയാചരേ. ഒറ്റ തവണ എന്നോട് പറഞ്ഞാൽ മതി, ഭഗവാനെ ഞാൻ അങ്ങയുടെയാണ്, അങ്ങനെ എന്നെ ശരണം പ്രാപിക്കുന്നത്. എല്ലാ ജീവികളിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ഞാൻ അഭയപ്പെടുത്തുന്നത് എൻ്റെ വ്രതമാണ്. ഒരു തവണ പറഞ്ഞാൽ മതി പറഞ്ഞു. സഹൃദൈവ ഒറ്റ തവണ ഹൃദയം കൊണ്ട് പറയണം ഞാൻ അങ്ങയുടേതാണ്. അങ്ങനെ പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭഗവാൻ ഉത്തരവാദിത്വം. ഇതിനെ എൻ്റെ വേദം നമ്മളെ പഠിപ്പിച്ചത് അതേ ഇതം നമ, എൻ്റെ എല്ലാം നിന്റെയാണ്. നമ ശിവായ, ശിവനെ എൻ്റെ എല്ലാം നിന്റെയാണ്. അനവധി അവതാരമുണ്ട് മറ്റാക്ഷരത്തിന്. അതിന് ഒരർത്ഥം എന്താണ്? ഒന്നും എൻ്റെ എല്ലാം നിന്റെയാണ് ശിവനെ, നമ ശിവായ. അങ്ങനെയും അർത്ഥം എല്ലാം. അതുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കഴിഞ്ഞ് അവിടെ പുറത്തു പോകുമ്പോൾ ഈ സഹൃദൈവ പ്രപന്നായ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വരും.
നമ്മുടെ സകല പ്രശ്നങ്ങളും അവസാനിക്കും. ഒരു തവണ പറഞ്ഞാൽ മതി, ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ ഞാൻ നിന്റെയാണ്, എന്നെ രക്ഷിക്കണമെന്നോ ഞാൻ ശരണം പ്രാപിക്കണോ ഒന്നുമല്ല പറയുന്നത്, ഞാൻ നിന്റെയാണ്. ഇത് പറഞ്ഞ ആളാണ് ശ്രീരാമകൃഷ്ണൻ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതങ്ങനെ പറഞ്ഞ ഒരാൾക്ക് എന്ത് സംഭവിക്കാം? ഓ, ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിച്ചതാ, കാണൂ, ആ തേജോമയമായിട്ടുള്ള രൂപത്തെ കാണുമെന്ന് പറഞ്ഞ് കാണിക്കാമെന്നില്ല. ഈശ്വരൻ അനുഭവമായിട്ട് മാറുന്നത് ഞാൻ നിന്റെയാണെന്ന് പറയുന്നു. ഒരിക്കൽ പറഞ്ഞാൽ നമ്മുടെ സഹൃദയവ പറഞ്ഞായ രാമായണത്തിൽ നമ്മൾ സാധാരണക്കാരൻ എടുത്തുകൊണ്ട് പോകേണ്ടത് രാമൻ ദശരഥ പ്രീതി മാംപ്രീതി ചെറുകാരൻ, അതല്ല ഇതുപോലെ ക്വിസിനൊക്കെ സമ്മാനം വയ്ക്കണമെങ്കിൽ പട്ടാണപ്പഴം വിളിച്ചത്. ഇതാണ് ആവശ്യം. സഹൃദയവ പറഞ്ഞായ ആ ഭഗവാന്റെ പ്രോമിസ്, ഇതുപോലെ ഒരു പ്രോമിസ് നടന്നുണ്ട് ഭാഗവത്തിൽ. ഹരേ വീണവൻ, തകർന്നവൻ, ദാഹിച്ചവൻ, എങ്ങനെയൊക്കെ അവശനായിട്ടുള്ളവനാണെങ്കിൽ ഒരൊറ്റ തവണ ഹരേനമാന്ന് വിളിച്ചാൽ ഭഗവാൻ അവനെ ഉയർത്തുന്നുള്ള ആ പ്രോമിസ് ടേബിളിന്റെ മുകളിൽ, ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഭാഗവതം നടത്തണം. അതേ പ്രോമിസാണ്. മഹാദേവന്റെ പ്രോമിസ് കുമാരിയുണ്ട്, കൃഷ്ണന്റെ പ്രോമിസ് ഉണ്ട്, അയ്യപ്പസ്വാമിയുടെ പ്രോമിസ് ഉണ്ട്. അതാത് ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ കാണാം. ഇവിടെ ശ്രീരാമസ്വാമിയുടെ പ്രോമിസാണ്. ത്രേതായുഗത്തിൽ 19ാം നൂറ്റാണ്ടിലെ ബംഗാളിലേക്ക്, ഗംഗയുടെ തീരത്ത് കൃഷ്ണേശ്വരത്ത കാളീക്ഷേത്രത്തിൽ വളരെ ലാളിത്യമുള്ള ഒരു ക്ഷേത്രപൂജാരി ശ്രീരാമകൃഷ്ണ പരമഹംസൻ. രാമൻ കാണിച്ചത് ധർമ്മം എങ്ങനെ ജീവിക്കണം എന്നായിരുന്നുണ്ടെങ്കിൽ ഭഗവാനെ എങ്ങനെ നേരിട്ട് അനുഭവിക്കാം, ഈശ്വരനെ എങ്ങനെ അനുഭവിക്കാമെന്ന് ഞാൻ കാണിച്ചു. അച്ഛനിട്ട പേരിന്റെ അന്വർത്ഥമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. സാധനയുടെ കാലത്ത് ജാതകത തൊട്ടാപ്പി ആ പേരിനെ അരക്കിട്ട് ഉറപ്പിച്ച് പരമഹംസ പദവിയോടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒറ്റ ചോദ്യം മാത്രം ഉണ്ടായിരുന്നു രാമകൃഷ്ണദേവന്: ഈശ്വരൻ യാഥാർത്ഥ്യമാണോ എന്ന് നമ്മളെപ്പോലെയൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയെങ്കിൽ കാണാൻ പറ്റേണ്ടതല്ലേ എന്നാണ് അതിന്റെ രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് മൂന്നാമത്തതും. നാലാമത്തത് അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള അന്വേഷണം അദ്ദേഹത്തിനെ കാണിക്കുന്നു. ഇതേ മാർഗത്തിൽ തന്നെയാണ് വിവേകാനന്ദ സ്വാമി അത്രയും പറഞ്ഞത്. അരേ, നീ എന്നെ എങ്ങനെ കാണുന്നു അതുമാതിരി തനക്കും കാണാൻ സാധിക്കുന്നതാണോ? ആ കോൺഫിഡൻസ് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നെ അല്ലേ? ഈശ്വരനെ കാണണം, അനുഭവിക്കണം, ഈ ഒറ്റ ദാഹം മാത്രമാണ് അദ്ദേഹത്തിന് മഹാസാധന. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ആ ഉപകരണം എന്താ? സഹൃദയവ ഉപകരണം. ഞാൻ നിന്റെയാണ് അമ്മേൻ എന്ന് അദ്ദേഹം പറഞ്ഞോ, അന്ന് താളി അദ്ദേഹത്തിനെ തൻ്റെ എത്ര ആയിരം കൈകളുണ്ടോ അതുകൊണ്ട് മുഴുവൻ സകല ആയുധങ്ങൾ താഴെയിട്ട് ആ മകനെ ലഭിച്ചു. നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് നമ്മൾ ചോദിച്ചില്ല. നമ്മൾ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ ഭഗവാനെ നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിട്ട് പറയും ഭഗവാൻ എന്നെ നോക്കി ചിരിച്ചു, ഭഗവാൻ എന്നെ നോക്കി കണ്ണീര് വീഴ്ത്തി, ഭഗവാൻ എന്നെ ചവിട്ടി, ഭഗവാൻ തിരിഞ്ഞു നിൽക്കും. ഇതിലൊക്കെ നിമിത്തവും സന്ദേശവും കണ്ടെത്താൻ നടത്തുന്ന ആൾക്കാരാണ്. അതിൽ നല്ലത് വല്ല ട്രക്കിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന എഴുത്ത് വായിച്ചിട്ട് അതിനെ ഉപദേശമായിട്ട് എടുക്കുക നല്ലത്. കണ്ടിട്ട് ബസ്സിൽ ലോകടയൊക്കെ മുകളിൽ നീ എന്നെ മറന്നോ എഴുതിട്ടോ കണ്ടിട്ട് അങ്ങനെ വല്ലതും ഞാൻ കാര്യം ഈ ഒരു ഫാലസിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭഗവാനെ അനുഭവിക്കാൻ പറ്റില്ല, കാരണം മനസ്സുകൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. നിർമ്മലാനന്ദ സ്വാമി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടതുപോലെ നമ്മുടെ ഏറ്റവും വലിയ കഷ്ടം ഗതികേട് തന്നെ പറയാവുന്നതാണ്. ഈ മനസ്സിനെ സംഗ്രഹിക്കാൻ നമ്മുടെ ആകെ ഒരു ഉപകരണമേ ഉള്ളൂ, അതിൻ്റെ പേര് മനസ്സെന്നാണ്. അതിനെ എങ്ങനെ ഇല്ലാണ്ടാവും? മനസ്സുകൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങി വരുന്നത് ഒറ്റ പ്രഖ്യാപനമാണ്: ഈശ്വരനെ കാണാം, ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും അതേപോലെ കാണാം. നമ്മൾ അന്യോന്യം തമ്മിൽ കാണുന്നതിലധികം വ്യക്തമായിട്ട് അദ്ദേഹം ദേവതയെ കണ്ടിട്ടുള്ളതാണ്. യുവാവായിട്ടുള്ള ആ സമയത്ത് 17 വയസ്സുള്ള പ്രായത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസം കല്ലിലെ വിഗ്രഹത്തിന് മുന്നിൽ രാമപ്രസാദ് സെന്നിന് ഒരു ഗ്രാമത്തില് ചുമരില് കാളിയെ ഞാൻ എങ്ങനെ പ്രതിഷ്ഠിക്കും, ഞാൻ കഥ പറഞ്ഞിട്ടുണ്ട്. കാളിയുടെ കഥകൾ പറയുമ്പോൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെ അമ്മയെ ഞാൻ എങ്ങനെ സാധാരണക്കാർക്ക് നിന്റെ രൂപത്തിനെ കാണിച്ചു കൊടുക്കും,
അതിന് എനിക്കൊരു രൂപം താഴ്ന്നതാണ്. അദ്ദേഹം അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിൽ ആ സ്വന്തം ഗ്രാമത്തിൽ അദ്ദേഹം നടക്കുമ്പോൾ ഈ ചുമരിൽ പണ്ട് പ്ലാസ്റ്റിക്കിന് വരാൻ ചാണകം പതിക്കും. ചാണകത്തിന്റെ പറളി ഒരു പെൺകുട്ടി ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് ഇങ്ങനെ പതിക്കും. അവിടെ പെട്ടെന്ന് അവിടെ അടിക്കലിങ്ങനെ അടിച്ചിട്ട് പെട്ടെന്ന് ഇദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം ഒരു മുതിർന്ന ആളാണ്, ആദരണീയാണ്, അതുകൊണ്ട് അറിയാതെ ഞാൻ നാക്ക് കഴിച്ചു. ആ രൂപത്തിൽ അമ്മയെ കാണുന്നു. അതിനാണ് കൃഷ്ണേശ്വരത്തെ അവതാരികൾ. ആ വിഗ്രഹം കൈകാര്യം ഇങ്ങനെ കാര്യം വെച്ച് കാണുന്നു. അതാണ് അതിന് ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ഒരു പോസ്റ്റർ അവതാരണ വിഗ്രഹത്തിനെ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത് ഒരുപാട് മുഴുവൻ പ്രചരിപ്പിച്ചു. രാമപ്രസാദന്റെ കവിതകൾ പാടി നടക്കലായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ ചെറുപ്പത്തെ ഏറ്റവും വലിയ നോക്കിയുള്ളത്. പിൽക്കാലത്ത് പറഞ്ഞ പല കഥകളിലും ആ പാട്ടുകളുടെയും അറിവിന്റെയും ശരീരത്തിന്റെ സ്വാധീനം കാണാൻ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ അമ്മ ജീവനുള്ളവളാണോ അല്ലയോ എന്ന് അറിയണം എന്ന് പറഞ്ഞു. അതിനുള്ള ടെസ്റ്റുകളാണ്. അദ്ദേഹം അമ്മയെ വിളിച്ചു കാരണം അമ്മയെ യാഥാർത്ഥ്യമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് നിന്നെ കാണാൻ കഴിയില്ല. ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല, ആത്മാവിന്റെ നിലവിളി എന്ന് പറയും. ഒടുവിൽ സഹിക്കാനാവാതെ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന ആ വാളെടുത്തിട്ട് തൻ്റെ കഴുത്തിന് നേരെ കൊണ്ടുവന്നപ്പോൾ സമസ്ത പ്രപഞ്ചവും ലയിച്ചു പോയി. ചൈതന്യത്തിന്റെ അനന്ത സമുദ്രത്തെ പെട്ടതിൽ എഴുതിയിട്ടുള്ള വാക്കുണ്ടല്ലോ, ചന്ദ്രാനന്ദാവഭവാത്മകൊണ്ടും നിയമശബ്ദാസ്ത്രയുടെ ഗർഭാസ്യമാനെന്നും പറയുന്നു. പിന്നീട് പീയൂഷാപ്രാഗോഹം അതുവരെ ദിവ്യ ഐശ്വര വേഷം, ദിവ്യ കാളീ വേഷം. അനുഭവം തന്നെയാണ്. കരികൂളപ്പൂക്കളുടെ നിറമുള്ള വെളിച്ചത്തിനുള്ളിൽ കണ്ടുപോകുന്ന സഹസ്രാരത്തിന്റെ നിറം, സഹസ്രാരം വിരിയുമ്പോൾ കാണുന്നത് കരികൂളപ്പൂവിന്റെ നിറത്തിലാണ്. അത് ഏത് ദേവതയെ വിളിച്ചാലും അങ്ങനെ വരുള്ളൂ. ആ അനുഭവം തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അത് തന്നെ പഠിക്കും. അപ്പൊ ഇങ്ങനെ മനോഹരമായിട്ടുള്ളൊരു സമാന്തരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. രാമൻ സീതയെ തൻ്റെ ശക്തിയെ അന്വേഷിച്ച് വനത്തിലായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളാൻ ശക്തി അന്വേഷിച്ചിട്ട് ആത്മാവിൻ്റെ കാട്ടിലായിരുന്നു. ഒരാൾ പുറത്തെ കാട്ടിലായിരുന്നു, മറ്റേ ആൾ അകത്തെ കാട്ടിലായിരുന്നു. നമ്മുടെ അകത്തെ കാട്ടിൽ ദുഷ്ടമൃഗങ്ങളെ ഇപ്പം പാലും വെള്ളവും മാംസമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കും. അതിന് വേട്ടയ്ക്ക് നമ്മൾ അതിൻ്റെ വേട്ടയാടാനും വേട്ടക്കാരനെയോ ശാസ്താവിനൊന്നും വിളിക്കുന്നില്ല, മന്ത്രമൊക്കെ ചെയ്യും. യാഗദ്വേഷാദി നാനാവിൽ മൃഗപ്പെട്ട നിതമൃഗപ്പെട്ട ഈ രീതിയിൽ ഭൂതവർത്താനാണ് ദേവലോകത്തിൽ ഈ കുതിരാനിരിക്കുന്ന ശാസ്താവിന്റെ ധ്യാനത്തിൽ. മനസ്സിലുള്ള രാഗദ്വേഷങ്ങളാകുന്ന നാനാവിധ മൃഗങ്ങളുടെ കൂട്ടങ്ങളെ യഥേഷ്ടം വേട്ടയാടി ശാസ്താവെന്നാണ് അതിനെ വേട്ടയാലും ചെയ്യും. പക്ഷെ നമ്മളെന്താ ചെയ്യും? നമ്മളെ ഇതൊക്കെ ജനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിനെ വളർത്തിക്കൊണ്ടായിരിക്കും. നമുക്ക് ഈ മൃഗങ്ങളൊക്കെ വേണം. അതുകൊണ്ട് നമ്മളോട് ഈ ശിവനെ വീട്ടിൽ വെച്ച് പൂജ കഴിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മൂപ്പിൽ വന്നതൊക്കെ കാട്ടി നമുക്ക് ഈ ദുരിതമൊക്കെ വേണം. അതിനൊന്നും തടയാൻ പറ്റില്ല. അപ്പൊ രക്ഷിക്കുന്ന ആളെ നമുക്ക് കൊണ്ടുവരാനും കഴിയില്ല. അപ്പൊ ഈ ഹിപ്പോക്രസികളാണ് നമ്മുടെ ആധ്യാത്മികത. അപ്പൊ ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സ്വയം പുച്ഛവും നാണമൊക്കെ തോന്നാറുണ്ട്. എന്തിനാണ് ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്നത്? ഇത്ര ഈ മഹാത്മാക്കളൊക്കെ ഇവരുടെ ജീവിതം ഇതുപോലെ ത്യാഗം ചെയ്ത് കടന്നു പോയിട്ട് നമ്മൾ എന്താ കാണിക്കുന്നത് അവരെ വെച്ചിട്ട്? വിരഹം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിരഹം എന്താ? രാമന്റെ സീതാവിരഹം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന് പ്രാണശക്തി നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്ന് പറയും. അത് ഈ വാൽമീകി രാമായണത്തിന്റെ നല്ല രസമായിട്ടുള്ള ചില ടെക്സ്റ്റുകൾ, നല്ല വ്യാഖ്യാനങ്ങളിലൊക്കെ നല്ല ഭംഗിയായിട്ട് യോഗവിദ്യയുടെ ഭാഷയിൽ പറയുന്ന സമയത്ത് സീതാവിരഹത്തിനെ വ്യാഖ്യാനിക്കാറ്. നമ്മുടെ അന്തരാത്മാവ് നമ്മുടെ ശക്തിയെ തേടുന്ന ഒരവസ്ഥയാണ്. മറ്റൊരു ഭാഗത്ത് ശ്രീരാമകൃഷ്ണൻ സ്വന്തം അമ്മയെ കിട്ടാറുണ്ട്. മാതൃഗ്രഹത്തിൽ കഴിയും, ഒരാൾ ഭാര്യാഗ്രഹത്തിൽ കഴിയും. ആഴത്തിൽ നോക്കുമ്പോൾ രണ്ടിലും സത്യമുണ്ട്. യഥാർത്ഥ സ്നേഹത്തിനെ വിരഹത്തിന്റെ തീയുണ്ട്. ഞാൻ നിന്റെയാണെന്ന് തോന്നലുണ്ടെങ്കിൽ അവിടെ വിരഹമുണ്ട്, അല്ലെങ്കിൽ എന്ത് വിരഹം? ഒരു വിരഹമുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് ഈശ്വരന്റെ അഭാവം പോലും സഹിക്കാനാവാത്തേക്ക് മാറുകയാണ്. വാസ്തവത്തിൽ അമ്മ എവിടെയും പോയിട്ടില്ല, പ്രപഞ്ചം മുഴുവൻ അമ്മയാണ്. പക്ഷെ ശ്രീരാമകൃഷ്ണദേവൻ ആ ഒരു പോയിന്റിൽ അതിനെ അനുഭവിപ്പിക്കാനുള്ള ഒരു ശ്രമം. അവസാനം കുട്ടിയുടെ പിടിവാശിക്ക് അമ്മ അങ്ങോട്ട് വഴങ്ങിക്കൊണ്ടുവരും.
എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം പിടിവാശിപ്പെട്ടിട്ട് അദ്ദേഹം സകലത്തിലും കാണാൻ തുടങ്ങി. അമ്മ ഒരിക്കൽ കണ്ടപ്പോൾ മനസ്സിലായി അമ്മ വിഗ്രഹത്തിൽ മാത്രമല്ല. അതുകൊണ്ട് എന്താ അവിടെ ക്ഷേത്രം മുറ്റത്ത് അലഞ്ഞു കിടക്കുന്ന പട്ടിക്കും പൂച്ചയ്ക്കും വരെ എടുത്തിട്ട് അദ്ദേഹം നേതികളെ കൊണ്ട് പ്രസാദമാകുന്നതിന് മുന്നേ കൊടുത്തു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈശ്വരാനുഭവം ബുദ്ധി കൊണ്ടല്ല, ഹൃദയത്തിന്റെ വ്യാകുലത കൊണ്ടാണ് ലഭിക്കുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഉപമ, നമ്മുടെ തല വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ മുക്കി പിടിച്ച ശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്നിട്ട് അവസാനം ഒരു പോയിന്റ് എത്തും. ഇനി നമ്മളെ സാധിക്കില്ല. അത്ര തീവ്രമായിട്ട് നമ്മൾ ഈശ്വരത്തിന് വേണ്ടിയിട്ട് ഹൃദയം പിടയുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെടുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയൊക്കെ മെനക്കെടുക്കല്ലേ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഗീതാ ക്ലാസ്സിലൊക്കെ പോയിരിക്കും അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അനുഭവം കൊണ്ടൊന്നും അദ്ദേഹം നിർത്തിയില്ലല്ലോ. അദ്ദേഹം എന്താ ചെയ്തത്? തന്ത്രമാർഗത്തിൽ പോയി, അദ്വൈത മാർഗത്തിൽ പോയി, ദാസ്യഭാവത്തിൽ പോയി, മധുരഭാവത്തിൽ പോയി, സകല വഴി പരീക്ഷിച്ചു, മറ്റു മതങ്ങളുടെ വഴി പരീക്ഷിച്ചു. അതിനൊക്കെ സാധനയിൽ എല്ലാം വരെ സത്യം 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 പറഞ്ഞിട്ട് ഏതോ തതോ എന്ന് ബംഗാളിയിൽ പറഞ്ഞു. എത്ര മതങ്ങളുണ്ടോ അത്രയും വഴികളുണ്ട്. അത് ഉറപ്പിച്ച് പറയാം. ചുമ്മാ അത് ആരോ പഠിപ്പിച്ച തിയറി എന്നല്ല പറഞ്ഞു. അനുഭവം വരുന്ന ഒരാൾ അതേ പറയും. ഒരു കുളത്തിന് പല കടവുകളുണ്ട്. ഒരിടത്ത് ജലം എന്ന് പറയും, വേറെ സ്ഥലത്ത് പാനി എന്ന് പറയും, വേറെ സ്ഥലത്ത് വാട്ടർ എന്ന് പറയും. പേരുകളൊക്കെ പലതാണ്, വസ്തു ഒന്നാണ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഇങ്ങനത്തെ അദ്ദേഹത്തിന്റെ വിശേഷമായിട്ട് ഉപമകളൊക്കെ വളരെ രസമായിട്ട്. ഇതിനിടയിൽ ഞാനൊരു വാക്ക് പറഞ്ഞു, ദാസ്യം. അവിടെയാണ് അത്ഭുതകരമായിട്ടുള്ള മറ്റൊരു ബന്ധങ്ങൾ. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ സാധാരണകാലത്ത് ശ്രീരാമന് പറഞ്ഞു. അപ്പോൾ ദാസ്യഭാവം പരീക്ഷിച്ചതല്ല, ഹനുമാനാണ് താൻ സ്വയം സങ്കല്പിച്ചത്. അക്കാലത്ത് മരണത്തിൽ ചാടി നടക്കുന്ന ചെയ്തിരുന്നു എന്നൊക്കെ പറയാം. വാനര സ്വഭാവം അദ്ദേഹം കാണിച്ചത് പറ്റും. രാമദാസനായിട്ട് അദ്ദേഹം ജീവിക്കും. ആ ഭാവം അദ്ദേഹത്തിന്റെ ദേഹത്തിൽ പോലും പ്രകടമായി. കൃഷ്ണന്റെയും രാമന്റെയും ഒക്കെ പേരുള്ള മഹാപുരുഷൻ, ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനുള്ള ആ ഭാവത്തിൽ കൂടെ കടന്നുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദാസ്യഭാവം രാമനും രാമകൃഷ്ണനുടെയുള്ള പാലാണ്. ഞാൻ പറഞ്ഞ ഓണിയുടെ രണ്ടാക്കാണ്. ഒരാൾ താഴെ, ഒരാൾ മുകളിൽ. ഒരാൾ അറിഞ്ഞു വരുമ്പോൾ മറ്റൊരാൾ മുകളിൽ. ഇവർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഹനുമാനില്ല. അത് ശ്രീരാമകൃഷ്ണന്റെ സാധനയിൽ കാണാൻ സാധിക്കും. ഹനുമാൻ ശക്തനാണ്. അത്യത്ഭുതകരമായിട്ടുള്ള ബുദ്ധിയുണ്ട്. സാധാരണ ശക്തി ബുദ്ധി എല്ലാവരുടെയും ചേർന്ന് വരും. നല്ല ജിമ്മയിരിക്കും, തലയിലൊന്നുണ്ടാകും. തലയിൽ ഭയങ്കര കണ്ണാക്കണേക്കും പ്രതികരണം കൊടുക്കാറില്ല. ഇത് രണ്ടും ചേർന്ന് വന്നിട്ടുള്ളതാണ്. മാത്രമല്ല ഇതിലൊക്കെ ഉപരി ധൈര്യം. ഈ ധൈര്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ ഇനി അറിയണതല്ല ധൈര്യം. ഞാൻ അനശ്വരനായ ആത്മാവാണെന്ന് ആർക്കും ഉറച്ചിട്ടുണ്ടോ അവനാണ് ധൈര്യശാലി. ബാക്കി ഒന്നും ധീരതയല്ല. ബാക്കിയൊന്നും തീരുന്നില്ല. എന്താ പറയുക, തന്റെ ശക്തിയെ തനിക്ക് വേണ്ടി ഒരിക്കൽ പോലും അതിനുള്ള ഒരാൾ ഉപയോഗിക്കില്ല. എല്ലാം രാമന് വേണ്ടി. കിം കലോമീന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നാ വേണ്ടത് അത് ചിലത് അറിഞ്ഞങ്ങൾ ചെയ്യാം. ഭഗവാൻ മനസ്സിൽ കാണുമ്പോഴേക്കും ഹനുമാനെ ചെയ്യും. ഹനുമാന്റെ ലൈഫാണ്. അവിടെ അഹങ്കാരം നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു വിശുദ്ധമായിട്ടുള്ള അഹങ്കാരം നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ ശരീരബോധമാണ് വിശുദ്ധമായിട്ടുള്ള അഹങ്കാരത്തെ ഭക്തിയിലേക്ക് കൊണ്ടുവന്ന അഹങ്കാരം കുറച്ച് ശുദ്ധവും. അപ്പൊ അതിനെ ഒരിക്കലും വേറെ വിശുദ്ധമായിട്ടുള്ള അഹങ്കാരം വസ്തുക്കൾ അങ്ങനൊന്നുമില്ല. ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഞാൻ അമ്മയുടെ മകനാണ്, ഞാൻ ഭക്തനാണ്. ഇങ്ങനെ പക്വമായിട്ടുള്ള അഹത്തിൽ നിൽക്കുന്നു. അപ്പോഴാണ് ശ്രീരാമന്റെ പ്രസിദ്ധമായിട്ടുള്ള സുഹൃത്തിനെ പല പ്രഭാഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വലിയ അവസാനം എല്ലാ യുദ്ധവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ശ്രീരാമസ്വാമിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഞാനുമായിട്ട് ബന്ധമുള്ളവരാണ്, ഇവൻ മാത്രം എന്താ എനിക്ക് ഇങ്ങനെ സ്നേഹിക്കണം. നമ്മൾ ചോദിക്കില്ലേ, ചില ആൾക്കാർ എന്നോട് ഇത്രയ്ക്ക് ഇഷ്ടം എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ ഒന്നും അവന് കൊടുത്തിട്ടില്ല. എവിടുന്നോ അവൻ പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെടുന്നു എൻ്റെ മുന്നിൽ. പിന്നെ അവരവരുടെ ജീവിതം എനിക്ക് വേണ്ടി ഒഴുകി വയ്ക്കുന്നു. എന്നാൽ അവരോടൊക്കെ ചോദിച്ചളയാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ചോദിക്കുന്നത്, നിനക്ക് എന്നോട് എന്താ ഇത്ര സ്നേഹം? ഞാൻ നിനക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ലല്ലോ. ഞാൻ എത്ര ജന്മം എടുത്താലും ആഞ്ജനേയ നിനക്ക് നീ തന്ന സ്നേഹത്തിന്റെ ഒരു അംശം എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല എന്ന് ശ്രീരാമൻ പറയും. നീ എൻ്റെ ആരാ കാണാൻ? നീ എനിക്ക് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രസിദ്ധമായിട്ടുള്ള മറുപടി ഉണ്ട്. ദേഹബുദ്ധ്യാസ്വസ്തി ജീവബുദ്ധ്യാതംശല ആത്മബുദ്ധ്യാത്മേധാപി നിശ്ചിതാമതി. ഞാൻ ദേഹാണെന്നുള്ള ബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ വേലക്കാരൻ. ഞാൻ അങ്ങ് മുതലാളി, ഞാൻ തൊഴിലാളി.
ഞാൻ ദാസനാണ്. ഞാൻ ജീവനാണ്, ശരീരമല്ല. ഈ ജീവശക്തിയാണെന്നുള്ള ബോധത്തിലാണെങ്കിൽ ഞാൻ അങ്ങയുടെ അംശമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അന്ന് ഭഗവാൻ ഞാൻ ഭക്തൻ. ഞാൻ ആത്മബോധത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരാണ്. അതാണ് ആ ഗ്രേറ്റ്നസ് ഓഫ് ഇത് തന്നെയല്ലേ ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അദ്വൈതവും ഒക്കെ. ഇതിന് വെറുതെ കിടന്ന് തല്ലുകൊടുക്കുന്നു. ഞങ്ങൾ പറഞ്ഞു മാത്രം ശരി, ഞങ്ങളുടെ സ്കൂൾ മാത്രം ശരി എന്ന് പറഞ്ഞത് അദ്വൈതി കണ്ട ചെരുപ്പോണ്ട് അടിക്കുന്നത് എഴുതി വെച്ചിട്ടുള്ള ഭക്തി പ്രസ്ഥാനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. ഞാൻ വെറുതെ പറയില്ല, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. പണ്ട് ചില പ്രഭാഷണങ്ങളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ ഹനുമാൻ ഒരേ സമയം ദാസനും ബ്രഹ്മവുമാണ്. തിരിച്ചറിവിന്റെ പടവുകളിൽ നിൽക്കുന്നു. ദാസൻ, ഭക്തൻ, ബ്രഹ്മം. ഇത് തന്നെയാണ് ശ്രീരാമകൃഷ്ണൻ. അമ്മയുടെ ദാസൻ, അമ്മയുടെ ഭക്തൻ, സമാധിയിലായ അമ്മ ധർമ്മസ്വരൂപം. രാമൻ ശരണം സ്വീകരിക്കണവരാണെങ്കിൽ ശ്രീരാമകൃഷ്ണൻ ശരണം എന്നത് പഠിപ്പിക്കണം. അമ്മയെ നിന്റെ ഇഷ്ടം, ഞാൻ യന്ത്രം, നീയാണ് യന്ത്രി. യന്ത്രത്തിന്റെ ശക്തി നീക്കണം. ശ്രീരാമസ്വാമി നമുക്ക് വാഗ്ദാനം ചെയ്ത അതേ ശരണാഗതി സഹദേവ പ്രപന്നായ എന്ന് പറഞ്ഞത് ശ്രീരാമകൃഷ്ണൻ ജീവിച്ചു കാണിക്കും. നമുക്ക് കുറച്ച് സമയം കൂടെ ഉള്ളത്. ഇനി ഇതിന്റെ മറ്റൊരു വശം, ഇതിന്റെ ഹൃദയഭാഗത്ത് ചെന്നാൽ, ഈ രാമകൃഷ്ണൻ എന്നുള്ള ആ വിഷയത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ചെന്നാൽ ധർമ്മം, ഭക്തി, ശരണാഗതി, ഈശ്വരാനുഭവം, ഇതൊന്നും വെവ്വേറെ എല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാവുക. രണ്ടുപേരുടെയും ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേറെ ധർമ്മം ഒരു വഴിക്ക്, ഭക്തി വേറെ വഴിക്ക്, ശരണാഗതി വേറെ വഴിക്ക്, ഈശ്വരാനുഭവം വളരെ കഷ്ടം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ വാസ്തവത്തിൽ ഒരേ നദിയുടെ 4 വളവുകളാണ്. നദി ഇങ്ങനെ വളയണ പോലെ. ധർമ്മമാണ് എടുത്തത്. ധർമ്മമില്ലാത്ത ഭക്തി കപടമാണ്. കണ്ണാടിയിൽ അഴുക്ക് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മുഖം കാണാൻ പറ്റില്ല. ധർമ്മം കൊണ്ട് വേണം നമ്മൾ കണ്ണാടി കുറയ്ക്കാൻ. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തെളിച്ചം വരും. ധർമ്മം പക്വമാകും, ഭക്തി പറക്കും. ഞാൻ ചെയ്യുന്നു എന്നതിനും ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നതിലേക്ക് എത്തും. ഭഗവാൻ അർജുൻ്റെ അടുത്ത് നിമിത്തമാത്രം സത്യസാചി. എപ്പോഴും പറയാതെ നിമിത്തമാത്രം ഭവ അർജുനാന്നോ, നിമിത്തമാത്രം ഭവ പാർത്ഥാന്നോ, നിമിത്തമാത്രം ഭവ ധനഞ്ജയാന്നോ ഭഗവാൻ പറയാതെ വേണമെങ്കിൽ വ്യാസമഹർഷി മീറ്ററൊക്കെ ഒപ്പിച്ച് അക്ഷരമൊക്കെ കൽപ്പിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സത്യസാചി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചു? പുരാണങ്ങളിൽ എപ്പോഴും അഭിസംബോധന ചെയ്യുമ്പോഴുള്ള വാക്കുകൾക്ക് വളരെ പ്രത്യേകതയുണ്ട്. എല്ലാ തോന്നുന്നവരില്ല. ദാശരഥയെ വിളിക്കണ ഒരു കാരണം ഉണ്ടാവും. രാഘവ പറഞ്ഞിരിക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവും. ഒരു കാരണമില്ലാത്ത കവി അവിടെ ഉപയോഗിക്കില്ല. സവ്യസാചി എന്ന് പറഞ്ഞാൽ 2 കൈ കൊണ്ട് ഒരേ സമയം അമ്പായിക്കാൻ പറ്റണമെന്നാണ്. അത്രയും സ്കില്ലായിട്ട് ഒരുത്തരെടുത്ത് പറയാൻ എടാ നീ ഒരു നിമിത്തം മാത്രമാണ്. അപ്പൊ വാക്കോട് ഉപയോഗിച്ചതിന്റെ ശക്തി അറിയിച്ചു. ഇത്രയും സ്കിൽഫുൾ ആയിട്ട് ഒരാൾക്ക് അഹങ്കാരത്തിന്റെ പഴമൊഴി എനിക്ക് 2 കൈ കൊണ്ട് ഒരേ സമയം അസഹസ്രം പ്രയോഗിക്കാൻ പറ്റും. ആംബിഡെക്സ്ട്രസ് അർജുനൻ. വലത്തും ഇടത്തും ഒരേ മാതിരി പഴമൊഴി അദ്ദേഹത്തിന്. ഡാവിഞ്ചിയെ പോലെ ഒരുപക്ഷെ ലിയനാർഡോ ഡാവിഞ്ചിക്ക് മുമ്പ് അറിയപ്പെടുന്ന ലോക പ്രസിദ്ധനായിട്ട് ആംബിഡെക്സ്ട്രസ് പേഴ്സൺ അർജുനായിരിക്കും. ആ അർജുനോട് പറഞ്ഞു നീ വെറും നിമിത്തമാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു പ്രഭാഷണങ്ങൾ സ്ഥിരമായി ഭഗവതോ വീര്യാണ്, ഭഗവതോ വരെ, ഭഗവതോ വീര്യാണ്, ഭഗവത തേജസ, ഭഗവത കർമ്മ, ഭഗവത കർമ്മവിഷയാണ്, ഭഗവതോ വാസുദേവസ്യ. ഭഗവാന്റെ വീര്യം കൊണ്ട്, ഭഗവാന്റെ ബലം കൊണ്ട്, ഭഗവാന്റെ ഇഷ്ടത്തിന്, ഭഗവാന്റെ കർമ്മത്തെ, ഭഗവാന്റെ ആത്മയോട് ഞാൻ ചെയ്യണം. അതിനുവേണ്ടി ഭഗവാൻ വേണ്ടി ഈ ഭാവം ഉണ്ടാക്കുന്നതാണ്. ഞാനുള്ള ഭാവം ഞാനുള്ള ഭാവം ഹനുമാൻ സ്വാമി എപ്പോൾ ഇറക്കി വെച്ചോ അപ്പോൾ അദ്ദേഹത്തിന് മഹൽക്കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ശക്തിയുണ്ട്. അഥവാ ശക്തി ഓടുന്നു. ചെറിയ ഞാൻ മരിക്കുമ്പോൾ അകത്ത് വലിയ ഞാനുള്ള ബ്രഹ്മഭാവം വരുന്നു. ചെറിയ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനാണ്. വലിയ ഞാൻ ആ ഞാൻ, ആ വലിയ ഞാനാണ് കൃഷ്ണൻ ഗീതയിൽ ഞാൻ 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 എന്ന് പറഞ്ഞ ഇവിടെ പഠിക്കുന്നത് ദേവകി വസുവിക ശരീരമാണ് പഠിക്കുന്നത്. അത് കടന്നുപോയി. അദ്ദേഹം ബ്രഹ്മഭാവത്തിൽ നിന്നിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതുകൊണ്ടാണ് കൃഷ്ണൻ വരുന്നത്. ബാക്കി ദേവതയോട് ചേർത്ത് ബാക്കി ദേവതകളൊക്കെ കൃഷ്ണന്റെ ജോലിക്കാരാണ്. ഇതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരണാഗതി പൂർണ്ണമാകുന്ന സമയത്ത് ഈശ്വരാനുഭവം പൊട്ടിവിടും. ഇന്ന് ഈശ്വരൻ ഒരാശയമല്ലാതെ അനുഭവമായിട്ട് മാറും. ഈശ്വരൻ ഇപ്പൊ നമുക്കൊക്കെ ആശയം, എല്ലാവർക്കും ഈശ്വരനൊരു ആശയം. 2 തരം വിശ്വാസികളാണ് ലോകത്തിൽ. ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരും ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരും. 2 പേരും വിശ്വാസികളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്രീരാമനെ ധർമ്മം മാത്രം
ശ്രീരാമകൃഷ്ണനെ ഭക്തി മാത്രം എന്ന് പറഞ്ഞിട്ട് ഫ്രെയിമിൽ അടിച്ചു വിട്ടില്ല. പലരും ചെയ്യുന്ന പല എഴുത്തുകളും വായിക്കുമ്പോൾ, പല ലേഖനങ്ങളും വായിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ ഫ്രെയിമിൽ കൊണ്ട് അടിക്കുന്നത്? ശ്രീരാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ഉന്നത സോപാനം കൈവരിയ ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് പത്രങ്ങളാണ് ഇങ്ങനത്തെ വർഷപത്രങ്ങളിലുള്ളത്. രാമനിൽ ആഴത്തിലുള്ള